ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ത്യ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസാണ് ഞാനിന്ന് പറയുന്നത്. ഇന്ത്യ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് എനിക്കൊരു പണി കിട്ടി എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ ചാനലിൽ കയറി കാണാം. ഹോൾസെയിലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മാർട്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനും ഇന്ത്യ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. ഒരു മാസമായിട്ടും എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ സെല്ലറിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ എമൗണ്ട് തിരിച്ച് പേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർ പ്രോഡക്റ്റ് അയച്ചിട്ടുണ്ട്, കിട്ടാത്തതിൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം സെല്ലിംഗ് ഉള്ള ഞാൻ ഇന്ത്യ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 1.5 മാസമായിട്ടും എനിക്ക് പ്രോഡക്റ്റും കിട്ടുന്നില്ല, കൊടുത്ത പൈസയും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഇന്ത്യ മാർട്ടിൽ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ആ സെല്ലറിനെ കുറിച്ച് നെഗറ്റീവായിട്ട് റിവ്യൂ ഇട്ടു. എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് കിട്ടിയില്ല, ഞാൻ എമൗണ്ട് പേ ചെയ്തിട്ടും പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് റിവ്യൂ കൊടുത്തു. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ആ സെല്ലറിനെ വിളിച്ചിട്ട് ആ റിവ്യൂ മാറ്റി കംപ്ലൈൻറ്റും പിൻവലിക്കണമെന്ന് പറഞ്ഞു. പൈസ അവർ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും എനിക്ക് പൈസ തിരിച്ച് കിട്ടി. ഇന്ത്യ മാർട്ടിൽ നിന്ന് ഇനി പർച്ചേസേ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തു. വേറൊരു സെല്ലറുടെ അടുത്തുനിന്ന് ഞാൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആദ്യത്തെ സെല്ലറിന് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ട് അവർ വേറെ എങ്ങോ സെൻഡ് ചെയ്തു, വേറെ എവിടെയോ പോയി. എൻ്റെ ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പോൾ അവർ ട്രിവാൻഡ്രം വെച്ചിട്ട് അയച്ചു. അത് അങ്ങ് വേറെ ഏതോ ദൂരെ എവിടെയോ പോയി കിടന്നു. അതിലെന്തോ വന്നൊരു മിസ്റ്റേക്കായിരുന്നു. എന്തായാലും രണ്ടാമത് ഞാൻ പർച്ചേസ് ചെയ്തതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രോഡക്റ്റ് കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ എത്തുകയും ചെയ്തു. ഇന്ത്യ മാർട്ടിൽ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ, റിവ്യൂ, അവർ ഏത് വഴി ഏത് കൊറിയർ സർവീസാണ് ചൂസ് ചെയ്യുന്നത്, എത്ര ഡേയ്സിനുള്ളിൽ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ മാർട്ടിനെ കുറിച്ചിട്ടോ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചിട്ടോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇ കൊമേഴ്സിനെ കുറിച്ചുള്ള എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ് ഞാൻ ഈ ചാനലിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളിപ്പോൾ ആമസോണിലും മീഷോയിലും പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടിപ്സൊക്കെ കിട്ടുന്നതായിരിക്കും. ആമസോണിനെ കുറിച്ചും മീഷോയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാമെന്നുള്ളതാണ്.